ഇപ്പം വിഷുക്കാലമല്ലേ, നമുക്കും വിഷുക്കട്ടയൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിന് കോമ്പിനേഷനായിട്ട് ശർക്കര പാനിയും കൂടെ അടിപൊളിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു തേങ്ങയുടെ 3 പാലെടുക്കുക. അതിൽ മൂന്നാമത്തെ പാല് ഒരു പാനകത്തോട്ട് ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി ഊറ്റിവാരി വെച്ചിരിക്കുന്ന പച്ചരി ചേർക്കാം. പച്ചരി ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കുമ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ലപോലെ പറ്റി വരുമ്പോൾ രണ്ടാമത്തെ പാൽ ഒഴിക്കുക. രണ്ടാമത്തെ പാൽ ഒഴിച്ച് ഒന്ന് പറ്റി വരുമ്പോൾ നമ്മൾ 1 സ്പൂൺ ജീരകം കയ്യിൽ ഞെരടി അതിനകത്തിട്ട് അതും ഒന്ന് നല്ലോണം യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ പാൽ ഒഴിക്കാം. മൂന്നാമത്തെ പാൽ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് വിട്ട് വരണം. വിട്ട് വരുമ്പോൾ അതാണ് അതിൻ്റെ പരുവ്. അതിനുശേഷം ഒരു പാത്രത്തിനകത്തോട്ട് എടുത്ത് കണക്ക് സെറ്റാക്കാൻ വെക്കുക. അത് തണുക്കട്ടെ. അതിനുശേഷം ഇതിനകത്ത് ചേർക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കണം. ഒരുണ്ട ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇവിടെ.